കുട്ടപ്പ എന്താ ഞാനിട്ട് ഹായ് ഇങ്ങോട്ട് വന്നേ പറഞ്ഞേ ഇത് പിടിക്കും. ഞാനൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെയോ? ആ, ഞാൻ എന്ന് വരുന്നുണ്ടല്ലോ. എനിക്കറിയാം. ഹോസ്റ്റലിലെ പെൺപിള്ളേരെ കണ്ണു കാണിക്കാനും കമന്റ് അടിക്കാനും അല്ലേ? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? നമുക്ക് ബീച്ചിലേക്ക് പോകാം. മാറി, ഞാൻ നിന്റെ കൂടെ ബീച്ചിൽ വരണോടാ. എടി നിന്നെ ആ പോടാ. പിന്നെ മര്യാദയോട് കാണിച്ചാലേ അടുത്ത് നിന്റെ അണപ്പല്ലിളക്കും. മാഗി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് ഹണിമൂണായി നമ്മൾ ഊട്ടിയിലേക്ക് പോയിരുന്നു. സ്വപ്നം കണ്ടിരുന്നാ മതിയോ? മാഗി, ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും നിന്നെ ഈ അടുക്കളയിൽ നിന്ന് മാറ്റി ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ താമസിപ്പിച്ചു. നാളെ വിലാസിനിയുടെ ബർത്ത്ഡേ ആണ്. രാജകുഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ 17ാമത്തെ ജന്മദിനം. നമുക്കത് നന്നായി ആഘോഷിക്കണം. നീ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. ഷാജേട്ടന്റെ പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു. എടി, സത്യം പറ, നന്നായിരുന്നു പാട്ടോ അതോ പാട്ടുകാരനോ? പോടി. മാട്രൻ, നിങ്ങൾ ഫീസ് എത്ര കൂട്ടിയാലും എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ സഹോദരി സന്തോഷമായിട്ടൂടെ കഴിയണം. മിസ്റ്റർ വിനോദ്, രജനി മാത്രമല്ല, ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. വിനോദ് ഇരിക്കൂ, ഞാൻ രജനി പറഞ്ഞയക്കാം. ഓ, നിനക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയുന്നതാണ് ഞാൻ വന്നത്. വേഗം വാ, പോയിട്ട്. ചേട്ടാ, ഇതാണ് എന്റെ ഫ്രണ്ട് വിലാസിനി. ഇവിടെ ബർത്ത്ഡേക്കാണ് അന്ന് ഞാൻ പോയിരുന്നത്. നമസ്കാരം. ചേട്ടാ, ഇവളാണ് എന്റെ അടുത്ത കൂട്ടുകാരി. നീ വാ. രജനിയുടെ ചേട്ടന് മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്നു. എന്താ? ഒരു പരുക്കൻ സ്റ്റൈലാണല്ലോ. അല്പം പരുക്കനാണെന്ന് വെച്ചോ. രജനിയെ പോലായിരിക്കും അവളുടെ ചേട്ടനും എന്നാണ് ഞാൻ വിചാരിച്ചത്. രജനിയെ പോലെ എങ്ങനെയാവും? ഞാനൊരു പുരുഷനല്ലേ. സിനുവേട്ടൻ തമാശ പറയുന്നല്ലേ വിലാസിനി? മതി, നീ വാ. വേഗം ചെല്ലുക, അല്ലേ ഇപ്പൊ നമ്മളെ തല്ലിക്കളയും. പൊയ്ക്കോ. ബൈ ബൈ. ബൈ ബൈ. ഇയാളാണ് ചേട്ടാ ഞാൻ അന്ന് പറഞ്ഞ റോബർട്ട്. ഇയാളുടെ ശല്യം കൊണ്ട് പെൺകുട്ടികൾക്ക് റോഡ് നടക്കാൻ വയ്യ. പല പ്രാവശ്യം ഇയാൾ എന്നെ പുറകെയും വന്നു.
ചേട്ടന് തലമുടി ഒന്ന് 2 3 അയ്യോടെ ഒരു തുണിക്കട മുഴുവൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ. എനിക്ക് 2 സാരി മതിയെന്ന് ചേട്ടനോട് പറഞ്ഞതാ, കേക്കണ്ടേ? ബാക്കിയുള്ള നിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചായിരിക്കും അല്ലേ? നിനക്ക് ആവശ്യമുള്ളത് എടുത്തു. ഓ, നിന്റെ ഈ പരുക്കൻ ചേട്ടന്റെ സാരി അന്തസ്സുള്ളവരാരെങ്കിലും വാങ്ങിക്കോടി. ഞാൻ പോന്നേ, പിന്നെ ഫോൺ ചെയ്യാം. ചേട്ടന് നീ ഇത്രയും കളിയാക്കിയിട്ടും എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു? ഇടി മണ്ടു, നിന്റെ ചേട്ടന് ദേഷ്യം വരുന്ന കാണാൻ നല്ല രസമാണ്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ നോക്ക്, ചേട്ടൻ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്നെങ്കിൽ അതെന്നോട് മാത്രമാണ്. എടി, ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ, കളി കാര്യമാകരുതേ. ഓ പിന്നെ എടാ, ഇനി എപ്പോഴെങ്കിലും എന്റെ പെങ്ങളെ നീ ശല്യപ്പെടുത്തിയാൽ ചവിടി നിന്നെ നട്ടലിയാൻ ഓടിക്കുന്നത് ആർക്കും. അവൾ നിന്റെ പെങ്ങളാണ്. ശരി, അവളെ ഞാൻ കണ്ടോളാം. ചേട്ടനോ? വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. പിന്നെ നിന്നെ കാണണം തോന്നി വന്നു. ചേട്ടൻ ഇതുവരെ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അല്ല, നിന്നെ കാണുന്ന കൂട്ടത്തിൽ അന്ന് ബർത്ത്ഡേക്ക് വന്നവർക്ക് ഒരു നന്ദി വാക്ക് പറയാമല്ലോ. അത് പാർട്ടി നടന്ന ദിവസം തന്നെ പറഞ്ഞതല്ലേ. എന്നാലും എന്തിനാ ചേട്ടാ വീണടത്ത് കിടന്ന് വിദ്യ കാണിക്കുന്നത്? ചേട്ടൻ ആരെയാ കാണാൻ വന്നിരിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. ആരെയാ? രജനികാന്ത്. വിളിക്കട്ടെ? രജനി, നീ എന്തായി കാണിക്കുന്നത്? ചുമ്മാ വിടുന്നാണ് കേട്ടോ. രജനി. അല്ല, ഇതാര്? രാജേട്ടനോ? എപ്പോഴാ വന്നത്? നിനക്ക് വേണ്ടി തപസ്സിരിക്കല്ലായിരുന്നോ ഇവിടെ? എന്നാലേ ഞാനിനി സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല, ഞാൻ പോണം. ഓ, വിട്ടെന്ന് ചൊല്ലിക്കും. എനിക്ക് രജനിയോട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ?
എടി ഞാൻ എത്ര പാടുപെട്ടിട്ടാണ് നിനക്ക് ഈ ജോലി വാങ്ങിച്ചെന്നറിയാമോ? അതിനിപ്പോ എന്ത് പറ്റി? അതിനിപ്പോ എന്ത് പറ്റുന്നു? നിനക്ക് എന്നെ കണ്ട ഒരു ഇസ്മായിലിംഗ് പോലില്ലല്ലോ. ചേട്ടാ മേജരദ്ദേഹം കേൾക്കരുത്. മേജരദ്ദേഹം ബാംഗ്ലൂരിക്കൊന്ന് പോയിക്കോട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കും? പാക്കിട്ട 12. അയ്യോ നീ എന്തിനാ ഡിസ്റ്റർബ് ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. ഇവക്ക് ഇതിനു മുമ്പ് ആരോ ഉണ്ടാക്കി കൊടുത്ത ഡിസ്റ്റർബൻസ് ഞാനാ ഡോക്ടറാണ് ശരിപ്പെടുത്തി കൊടുത്തത്. ലോ സ്റ്റോക്ക് എനിക്ക് ഇഷ്ടമല്ല. ഡു യുവർ ഡ്യൂട്ടി. രാജ. യെസ് ഡാഡി. കം ഓൺ മൈ സൺ. ഓ അരേ ഒന്ന് വേഗം മാടി, അങ്ങേര് പോയി ഒന്ന് തൊലയട്ടെ. കേട്ട് അവിടെ സമാജത്തിൽ കൂടെ അവനും പോയ ഉള്ളിലേക്ക്. കഴുതേ നീ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വരുന്നത് വരെ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ ചെയ്യണം. വ്യത്യാസം വന്നാൽ അറിയാമല്ലോ. ഒരു വ്യത്യാസവും വരില്ല. ഡാഡി പോയിട്ട് വരണം. അങ്ങൊന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വന്നേച്ചാ മതി. അത്രയ്ക്കൊരു സമാധാനം കിട്ടുമല്ലോ. അല്ല ഞാൻ അങ്ങൊന്നിന്റെ കാര്യം പറഞ്ഞതാ. രജനി, അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. മാഡത്തോട് ചോദിച്ചിട്ടേ നമുക്ക് പിക്നിക്കിന് പോവാം. ഐ എം സോറി, ഞാൻ വരുന്നില്ല. വാടി വാടി എഴുന്നേറ്റ്. എന്താ എല്ലാരും കൂടെ? മാഡം ഇന്ന് ഹോളിഡേ അല്ലേ, ഞങ്ങൾ പിക്നിക്കിന് പോയിക്കോട്ടെ. പോകുന്നതിന് വിരോധമില്ല, പക്ഷെ എനിക്കൂടി വരാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് 5 മണിക്ക് മുൻപ് ഇവിടെ തിരിച്ചെത്തിക്കൊള്ളാം. എത്തിക്കൊള്ളാം. രജനി പോകുന്നില്ലേ? ഇല്ല മേട്ടൻ, എന്നെ കാണാൻ വിനോട്ടം വരും. നീ ചേട്ടനെ കാത്തോണ്ട് ഇവിടെ ഇരുന്നോ. രജനി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ നിർബന്ധിക്കുന്നത്? നിങ്ങൾ പൊയ്ക്കോളൂ. പോട്ടേടി, വാ. രജനി, ചേട്ടനായിരിക്കും ഫോൺ എടുത്തു. ഹലോ. ഹായ്, രജനി അല്ലേ? ചേട്ടനല്ലേ? അതെ ചേട്ടാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് എനിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ഡാഡി ബാംഗ്ലൂർക്ക് പോയിരിക്കുന്നു. നാളെ വരൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചു വന്നേ. സാറൊന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ ഇങ്ങോട്ട് വരാനോ? ചേട്ടൻ ഇങ്ങോട്ട് വാ ചേട്ടാ, പ്ലീസ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാനിപ്പോ വരാം. വിനോദിന്റെ അടുത്ത് പോകണമായിരിക്കും അല്ലേ? ഒരു ദിവസം പോലും നിങ്ങൾക്ക് കാണാതിരിക്കാൻ വയ്യ. വേഗം ചെല്ലു, സന്ധ്യയ്ക്കുണ്ടെങ്കിൽ എത്തേണ്ടതല്ലേ. താങ്ക് യു. പോകാൻ ഡ്രൈവർ.